Hello everyone, welcome to our chapter Biological Classification. Okay, Biological Classification is a basic discipline of life science. It deals with identification, naming and classifying living organism. അല്ലേ? അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ഡൈവേഴ്സിറ്റി നോക്കിയ ഓർഗാനിസത്തിനെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഗ്രൂപ്പിങ്ങിന് ഓർഗാനിസത്തിനെ ഗ്രൂപ്പ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തത് ഒരു നമ്മുടെ 384 മുതൽ 322 BC ആ സമയത്ത് തന്നെ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആ പേഴ്സൺ അങ്ങനെ ഓർഗാനിസത്തിനെ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്ത ആ പേഴ്സൺ ആണ് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സുവോളജി എന്ന് പറയുന്നത്. ഹീസ് ഓൾസോ നമുക്കറിയാം ഫാദർ ഓഫ് സുവോളജി. ഓക്കെ, അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫറാണ്. ഹിസ് നെയിം ഇസ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് എന്ത് ചെയ്തത്? നമ്മൾ ആദ്യമായിട്ട് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, പ്ലാന്റ് എന്നും എനിമൽ എന്നും ഒക്കെ. അപ്പോൾ ഹീസ് കൺസിഡർ ആസ് ദ ഫാദർ ഓഫ് സുവോളജി. അതിനുശേഷം അപ്പോൾ ആ ഒരു പ്ലാന്റ് എനിമൽ എന്ന കാറ്റഗറി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കൊരു 2 കിങ്ഡം അല്ലേ? നമുക്കറിയാം ആ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ഫംഗസ് ഉണ്ട്, അതിൻ്റെ ബാക്ടീരിയകളുണ്ട്. അപ്പോൾ അതിനൊന്നും പ്രത്യേക ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നില്ല. അതേ ഫീച്ചർ അല്ല, പ്ലാന്റിന്റെ ഫീച്ചർ അല്ല, എലിമെന്റിന്റെ ഫീച്ചർ അല്ല. അപ്പോൾ അതിൽ നിന്നും വീണ്ടും ഗ്രൂപ്പുകൾ ഉണ്ടായിട്ട് ആ 2 കിങ്ഡത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു അല്ലേ? അപ്പോൾ ആ 2 കിങ്ഡം എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ കാൾ ലിന്നേഴ്സ് ആയിരുന്നു. കാൾ ലിന്നേഴ്സ് കൊടുന്നു ആ 2 കിങ്ഡം എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുന്നു. അതിനുശേഷം 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. അതിനുശേഷം 4 കിങ്ഡം വന്നു. നമ്മളിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഏതാണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ 1969 റോബർട്ട് എച്ച് വിറ്റേക്കർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് എന്ത് കൊടുത്തത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹം ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ എടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി ഓഫ് ദ സെൽ. അതിന്റെ അർത്ഥം എന്താ? അവർ പ്രോകാരിയോട്ടിക് ആണോ യൂകാരിയോട്ടിക് ആണോ എന്നുള്ളത്. പിന്നെ കോംപ്ലക്സിറ്റി ഓഫ് ദ ബോഡി ഓർഗനൈസേഷൻ, അതായത് യൂണിസെല്ലർ ആണോ മൾട്ടി സെല്ലർ ആണോ. പിന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, നമുക്കറിയാം മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോപ്പിക് ആണോ ഹെറ്റോട്രോപ്പിക് ആണോ. പിന്നെ അവരുടെ എക്കോളജിക്കൽ റോൾ, പ്രൊഡ്യൂസർ ആണോ കൺസ്യൂമർ ആണോ ഡീകമ്പോസേഴ്സ് ആണോ എന്നൊക്കെ ഉള്ളത്. പിന്നെ റീപ്രൊഡക്ഷൻ, ഇതെല്ലാം നോക്കിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത്. ക്ലിയർ? അപ്പോൾ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് അതിൻ്റെതായ മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. ഈ 5 കിങ്ഡത്തിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ആ 5 കിങ്ഡം എന്ന് പറയുന്നത് ഏതൊക്കെയാ? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമാലിയ. ദീസ് ആർ ദ 5 കിങ്ഡംസ്. കിങ്ഡം മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് ആനിമാലിയ. ഓക്കെ, ഇതിൽ മെറിറ്റ് ഉണ്ട് ഡീമെറിറ്റ് ഉണ്ട് പറഞ്ഞു ഇല്ലേ? ഇതിന്റെ മെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റം വളരെ സയന്റിഫിക് ആണ്, നാച്ചുറൽ ആണ് അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞത് ബാക്ടീരിയക്ക് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ബാക്ടീരിയ എന്ന് പറയുന്നത് മൊണീറൻസ് ആണ്, അവർക്ക് ഒരു പ്രത്യേക പ്ലേസ് കൊടുത്തു. അതുപോലെ തന്നെ അവരുടെ ന്യൂട്രീഷൻ അനുസരിച്ച് എല്ലാ ഓർഗൻസും നമുക്ക് എന്ത് ജഡ്ജ്മെന്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇതിന്റെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വൈറസ് എന്ത് തന്നെയാണ്, ലിവിങ് ആണ് അല്ലെ? പക്ഷെ വൈറസിന് അതിന്റെ കൃത്യമായിട്ടുള്ള പ്ലേസ് കൊടുക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞില്ല? റോബർട്ട് എച്ച് വിറ്റേക്കറിന് സാധിച്ചില്ല. പിന്നെ നമ്മുടെ യൂണിസെല്ലർ ഗ്രീൻ ആൽഗി ആയിട്ടുള്ള ക്ലമൈഡോമോണസ്, വോൾവോക്സ്, അവരൊക്കെ എന്ത് ഗ്രൂപ്പിൽ പെട്ടു? അവരൊക്കെ ഉൾപ്പെടുന്നത് അവരൊന്നും എന്തിലും പെട്ടില്ല. യൂണിസെല്ലർ ഗ്രീൻ ആൽഗി ലൈക്ക് ക്ലമൈഡോമോണസ്. സോ ദിസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഹാവിംഗ് ബോത്ത് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. ഞാൻ പറഞ്ഞു എന്ത് യൂണിസെല്ലർ ഗ്രീൻ ആൽഗി ആയിട്ടുള്ള ക്ലമൈഡോമോണസിനെയും വോൾവോക്സിനും ഒക്കെ എന്ത് ചെയ്തില്ല? നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ദ കിങ്ഡം പ്രൊട്ടിസ്റ്റ. അതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? വൈറസിന്റെ കാര്യം പറഞ്ഞു അല്ലേ? പിന്നെന്താ? സ്ലൈം മോൾസ് കെപ്റ്റ് അണ്ടർ പ്രൊട്ടിസ്റ്റ. സ്ലൈം മോൾസ് ഗ്രൂപ്പിനെ പ്രൊട്ടിസ്റ്റ ഗ്രൂപ്പിൽ വെച്ചത് അതിന് ആ ഗ്രൂപ്പിൽ നിന്നും കുറച്ചൊക്കെ എന്തുണ്ടായിരുന്നു? വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. സോ 1969 റോബർട്ട് എച്ച് വിറ്റേക്കർ പുട്ട് ഫോർവേഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആൻഡ് ദ 5 കിങ്ഡംസ് ആർ കിങ്ഡം മൊണീറ, കിങ്ഡം ഇതിവിടെ എനിക്ക് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഈ ഫോട്ടോ എടുത്തത് കേട്ടോ. കിങ്ഡം മൊണീറ, മൊണീറയിലാണ് എന്ത് വരുന്നത്? യു ബാക്ടീരിയ, അതുപോലെ തന്നെ ആർക്കി ബാക്ടീരിയ. കിങ്ഡം മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, ആനിമാലിയ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇതിലെന്താ പറഞ്ഞത്? അപ്പോൾ നമുക്ക് മൊണീറ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ കിങ്ഡം മൊണീറ അല്ലേ? കിങ്ഡം മൊണീറ രണ്ടായി തിരഞ്ഞെടുത്തിട്ടുണ്ട്, യു ബാക്ടീരിയ എന്നതുപോലെ തന്നെ ആർക്കി ബാക്ടീരിയ എന്ന്. ഇവിടെ എന്താണ്? യൂണിസെല്ലർ പ്രോകാരിയോട്ടിക് യു ബാക്ടീരിയ, അതുപോലെ തന്നെ ആർക്കി ബാക്ടീരിയ യൂണിസെല്ലർ പ്രോകാരിയോട്ടിക്. നമ്മൾ പഠിക്കും എന്താ അതിന്റെ ക്യാരക്ടേഴ്സ് നോക്കെ. ഇനി അടുത്ത എന്താ? പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ എന്താ? യൂകാരിയോട്ടിക്, യൂണിസെല്ലുലാർ ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ഉണ്ട്. ഇനി ഫംഗൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മൾട്ടി സെല്ലുലാർ യൂകാരിയോട്ടിക്. അനിമാലിയ എന്ന് പറഞ്ഞെങ്കിൽ മൾട്ടി സെല്ലുലാർ യൂകാരിയോട്ടിക്. ഇനി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടി സെല്ലുലാർ യൂകാരിയോട്ടിക്. ഓക്കെ, സോ ദീസ് ആർ ദ 5 കിങ്ഡംസ് പുട്ട് ഫോർവേഡ് ബൈ
Robert H. Whittaker in 1969. Okay, so first we are discussing Kingdom Monera. Kingdom Monera എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ് അതിൽ പെടുക, ബാക്ടീരിയകളാണ് അല്ലെ. Kingdom Monera ഉൾപ്പെടുന്നത് ബാക്ടീരിയാസ് ആണ് ഇൻക്ലൂഡഡ് ഇൻ ദ Kingdom Monera. ആ Kingdom Monera എന്ന ടേം കൊടുക്കുന്നത് സയന്റിസ്റ്റ് ഏണസ്റ്റ് ഹേക്കൽ put forward the term കിങ്ഡം മൊണീറ എന്നുള്ള ടേം കൊണ്ടുവന്നത് ഏണസ്റ്റ് ഹേക്കലാണ്. ഓക്കെ, നമുക്കറിയാം മൊണീറയുടെ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിസെല്ലർ ആണ്, ഡോണ്ട് ഹാവ് ന്യൂക്ലിയസ് ആൻഡ് ഓർഗനൽസ് എക്സെപ്റ്റ് റൈബോസോംസ് ഉണ്ടായിരിക്കും, പക്ഷെ എന്തില്ല, ന്യൂക്ലിയസും അതുപോലെ തന്നെ ഓർഗനൽസും ഒന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. ക്യാൻ മേക്ക് ഫോട്ടോസിന്തസിസ് ബട്ട് നോട്ട് ഓൾ ഓഫ് ദം, എല്ലാവർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, അതിലെ ഫോട്ടോസിന്തറ്റിക് അല്ല. ഓക്കെ, പിന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൈനറി ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോൺജുഗേഷൻ വഴിയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത് അവർ പല സ്ഥലത്തും കാണാം, അതായത് അവരുടെ ഫീച്ചറാണ്. അവർക്ക് നല്ല ചൂടുള്ള കണ്ടീഷനിലായാലും അസിഡിക് കണ്ടീഷനിലായാലും ഓരോ ഓർഗാനിസം ഓക്കെ അവർക്ക് അത് താമസിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരിക്കും. ഇനി ആ ബാക്ടീരിയ എന്ന് പറഞ്ഞു അല്ലേ, ആ ബാക്ടീരിയയുടെ ഷേപ്പ് നമുക്ക് നോക്കാം. കോക്കസ് എന്ന് പറയണമെങ്കിൽ റൗണ്ട് ഷേപ്പ് ബാക്ടീരിയ ആണ് കോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കി നോക്കൂ, സ്പൈറില എന്നാണെങ്കിൽ സ്പൈറൽ ഷേപ്പാണ്. ബാസിലസ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ റോഡ് ഷേപ്പാണ്. വിബ്രിയോ എന്ന് പറയണമെങ്കിൽ കോമ ഷേപ്പ്. അങ്ങനെ അവരുടെ ഷേപ്പിനനുസരിച്ച് 4 തരത്തിലുണ്ട്. ഇതൊക്കെയായിരുന്നു കോക്കസ് റൗണ്ട് ഷേപ്പ്, ബാസിലസ് റോഡ് ഷേപ്പ്, സ്പൈറില്ല എന്ന് പറയണമെങ്കിൽ സ്പൈറൽ ഷേപ്പ്, വിബ്രിയോ എന്ന് പറയണമെങ്കിൽ അതെന്തായിരുന്നു, കോമ ഷേപ്പ്. ഓക്കെ, സോ ദീസ് ആർ ദ 4 ഷേപ്സ് ഓഫ് ബാക്ടീരിയ. ഇനി അവരുടെ ഫ്ലജെല്ലം അനുസരിച്ച് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലജെല്ലം എന്ന് പറഞ്ഞാൽ എന്താ, അവർ മൂവ് ചെയ്യാൻ സാധിക്കുന്ന പോർഷനാണ് ഫ്ലജെല്ലം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ബാക്ടീരിയയുടെ ഒരു സൈഡിൽ മാത്രമേ ഫ്ലജെല്ലം ഉള്ളെങ്കിൽ അതിനെ മോണോട്രിക്കസ് എന്നും, ഇനി 2 സൈഡിലും ഓരോ ഫ്ലജെല്ലം വെച്ച് കാണുകയാണെങ്കിൽ അതിനെ ആംഫിട്രിക്കസ് എന്നും, 2 സൈഡിലും ഒരുപാട് ഫ്ലജെല്ലം ഉണ്ടെങ്കിൽ എന്താണ്, ലോഫോട്രിക്കസ് എന്നും, ബോഡി ഫുള്ളാണ് ഫ്ലജെല്ലം ആണെങ്കിൽ അതിനെ എന്ത് വിളിച്ചു, പെരിട്രിക്കസ്. സോ മോണോട്രിക്കസ്, ആംഫിട്രിക്കസ്, ലോഫോട്രിക്കസ് ആൻഡ് പെരിട്രിക്കസ്. മോണോട്രിക്കസ് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഫ്ലജെല്ലം, ആംഫിട്രിക്കസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അറ്റത്തും ഓരോ ഫ്ലജെല്ലം, ഇനി ലോഫോട്രിക്കസ് വെച്ചാൽ എന്താ, 2 അറ്റത്തും ഒരുപാട് ഫ്ലജെല്ലം. ഇനി പെരിട്രിക്കസ് എന്ന് പറഞ്ഞാൽ എന്താ, ബോഡി ഫുള്ള് ഇങ്ങനെ ഫ്ലജെല്ലം എടുക്കുകയാണെങ്കിൽ കാണുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേര് എന്താണ്, പെരിട്രിക്കസ് എന്ന്. ക്ലിയർ? ഇനി ഞാൻ പറഞ്ഞു ആർക്കി ബാക്ടീരിയം യു ബാക്ടീരിയമായിട്ട് 2 ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞു അല്ലേ. ആർക്കി എന്ന ആ ഗ്രൂപ്പിൽ പെടുന്നത് തന്നെ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്രൊക്കാരിയോട്സ് ആണ് എന്ത് പെടുന്നത്, നമ്മളുടെ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ ആർക്കി ബാക്ടീരിയ ഗ്രൂപ്പിനെ എക്സ്ട്രീം ഫൈൽസ് എന്ന് പറയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് എക്സ്ട്രീം കണ്ടീഷൻ പോലും സർവൈവ് ചെയ്തവർക്ക് കഴിയും, അതുകൊണ്ടാണ് അവരെ വിളിക്കുന്നത് എക്സ്ട്രീം ഫൈൽസ് എന്ന് വിളിക്കുന്നത്. അതിനുള്ള അവരുടെ ഗ്രൂപ്പിൽ പെടുന്ന ഓർഗാനിസംസ് ആണ് ഹാലോഫൈൽസ്, തെർമോ ആസിഡോഫൈൽസ്, മെത്തനോജൻസ്. ഹാലോഫൈൽസ്. അപ്പൊ ഹാലോ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹാലോ എന്ന് പറഞ്ഞാൽ സോളാർ എനർജി അല്ലെ. ദി ലിവ് ഇൻ എക്സ്ട്രീം സോൾട്ട് ഏരിയ, മാത്രമല്ല ദേ ക്യാൻ ട്രാപ്പ് സോളാർ എനർജി ബൈ പേർപ്പിൾ പിഗ്മെന്റഡ് മെംബ്രെയിൻ ടു പ്രൊഡ്യൂസ് ATP. അപ്പോൾ ഹാലൈ എന്ന് പറഞ്ഞെങ്കിൽ സോൾട്ട് കണ്ടന്റ് ആണ് അല്ലെ. അപ്പോൾ അവർക്ക് അവിടെ അത്രയും എന്താ പറയുക സോൾട്ട് കണ്ടന്റ് ഉള്ള പോർഷനിൽ നിൽക്കുക, മാത്രമല്ല സോളാർ എനർജിനെ ട്രാപ്പ് ചെയ്യാൻ കഴിയുന്ന ഓർഗാനിസംസ്. തെർമോ ആസിഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദി ലിവ് ഇൻ ഹോട്ട് സൾഫർ സ്പ്രിങ്സ് അതിന്റെ ടെമ്പറേച്ചർ അബൌട്ട് 80 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ പോലും അവർക്ക് ജീവിക്കാൻ പറ്റുന്നതാണ് ആരെ, തെർമോ ആസിഡോഫൈൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മെത്തനോജൻസ്. നമുക്കറിയാം ഈ ബാക്ടീരിയ കാണുന്നത് നമ്മളുടെ റൂമിലൊക്കെ ഇല്ലേ, കാറ്റലിസിന്റെ റൂമിൽ അതിലാണ് മെത്തനോജൻസ് ആയിട്ടുള്ള ബാക്ടീരിയകൾ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ കഴിവെന്ന് പറയുന്നത് മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഈ മെത്തനോജൻസ് ബാക്ടീരിയനെ ബയോഗ്യാസ് പ്ലാന്റ്സിൽ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കാണുന്നത് ഇങ്ങനെ കാറ്റലിസിന്റെ റൂമിൽ കാണുന്നതാണ് മെത്തനോജൻസ് ബാക്ടീരിയ. സോ ദീസ് ആർ എന്താണ് അനൈറോബിക് ബാക്ടീരിയ ആണ്. ഓക്കെ, അടുത്തത് യു ബാക്ടീരിയ. യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ട്രൂ ബാക്ടീരിയ എന്ന് ഉദ്ദേശിക്കുന്നത് യു ബാക്ടീരിയയാണ്. ട്രൂ ബാക്ടീരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്, യു ബാക്ടീരിയ. യു ബാക്ടീരിയ കണ്ടെത്തത് ആന്റോൺ വാൻ ല്യൂവൻഹുക്ക്. ഓക്കെ, ആന്റോൺ വാൻ ല്യൂവൻഹുക്ക് എന്ന സയന്റിസ്റ്റ് ആണ് യു ബാക്ടീരിയനെ കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ ഇതിന് ആ ബാക്ടീരിയക്കാളും കുറച്ചുകൂടി ഷേപ്പും കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ആ ഫീച്ചേഴ്സ് ഒക്കെ ആയിരിക്കും യു ബാക്ടീരിയക്ക് ഉണ്ടായിരിക്കുക. അതിന് റൈബോസോംസ് ഉണ്ടായിരിക്കും, പിന്നെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ആയിരിക്കും, ബൈനറി ഫിഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ കോൺജുഗേഷൻ ആണ്, ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഗ്രൂപ്പാണ് സൈനോബാക്ടീരിയ എന്ന് പറയുന്നത്. സൈനോബാക്ടീരിയ എന്ന് പറഞ്ഞെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പ്രിമിറ്റീവ് ഫോട്ടോസിന്തറ്റിക് പ്രോകാരിയോട്സ്. ദേ ആർ ഓൾസോ നോൺ ആസ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് സൈനോബാക്ടീരിയ എന്ന് പറയുന്നത്. അവർക്ക് എന്തിനുള്ള കഴിവുണ്ട്, ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലേ,
അപ്പോൾ ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് എന്തായിരിക്കും? ക്ലോറോഫിൽ എ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൽ കാണുന്ന ക്ലോറോഫിലിനോട് സമാനമുള്ള ക്ലോറോഫിൽസ് കാണും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? ഫോട്ടോസിന്തറ്റിക്കലി കേപ്പബിൾ ആണ്. ഇവർക്ക് എന്തുണ്ട്? ഇവരുടെ ബോഡി സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരിൽ എന്ത് ഹെട്രോസിസ്റ്റുകളുണ്ട്. ഹെട്രോസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പോർഷനാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോസ്റ്റോക്ക്, അനബീന അങ്ങനെയുള്ള ഓർഗാനിസംസിനൊക്കെയാണ് ഹെട്രോസിസ്റ്റുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെന്താണ്? നൈട്രജൻ ഫിക്സിങ് പ്രോസസ്സിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്? മൈക്കോപ്ലാസ്മ. നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ ഓർഗാനിസംസ് ആണ് എന്ത്? മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. മൈക്കോപ്ലാസ്മ ആർ ദ സിംപ്ലസ്റ്റ് നോൺ എയറോബിക് പ്രോകാരിയോട്സ്. ഓക്കെ, ദേ ആർ അതർവൈസ് നോൺ ആസ് PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നും കൂടെ പറയുന്നതിന്. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഇവിടെ സൈസ് എന്ന് പറയുന്നത് 0.12 0.25 µm ആണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ടീരിയകൾ കിങ്ഡം മോണിയനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അതിൽ ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ നമ്മൾ എന്താ പറയുക? ഹാലോഫൈൽസ്, തെർമാസിഡോഫൈൽസ്, മെത്തനോജൻസ്. യു ബാക്ടീരിയ പറഞ്ഞു, അതാണ് ട്രൂ ബാക്ടീരിയ പറഞ്ഞു. ബാക്ടീരിയൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നു പറഞ്ഞു. പിന്നെ നമുക്ക് പറഞ്ഞു എന്ത്? ആന്റോൺ ല്യൂവൻ ഹുക്കാണ് കണ്ടെത്തി പറഞ്ഞു. പിന്നെ സൈനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. സൈനോ ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത്? സിംപ്ലസ്റ്റ് നോൺ ആയിട്ടുള്ള എയറോബിക് ബാക്ടീരിയ ആണ് ഇത് പറയുന്നത് നമ്മളുടെ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റ ഗ്രൂപ്പിന്റെ ക്യാരക്ടർ നമുക്കറിയാം. കിങ്ഡം മോണിയയുടെ കഴിഞ്ഞ അടുത്ത ഗ്രൂപ്പ് കിങ്ഡം പ്രൊട്ടിസ്റ്റ അല്ലേ. അപ്പോൾ പ്രൊട്ടിസ്റ്റ ഗ്രൂപ്പിന്റെ ഫീച്ചേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അവരൊക്കെയാണ് എങ്ങനെയാണ്? സിംപ്ലസ്റ്റ് യൂകാരിയോട്സ്. ഓക്കെ, ഏണസ്റ്റ് ഹെയ്ക്കൽ കോയിൻ ദ ടേം പ്രൊട്ടിസ്റ്റ. ഏണസ്റ്റ് ഹെയ്ക്കൽ കോയിൻ ദ ടേം പ്രൊട്ടിസ്റ്റ. ഏണസ്റ്റ് ഹെയ്ക്കലാണ് ഇത് കൊണ്ടുവന്നത് ആ ടേം പ്രൊട്ടിസ്റ്റ എന്ന ടേം കൊണ്ടുവന്നത്. മൊണിയറ എന്ന ടേം കൊണ്ടുവന്നത് ആര് തന്നെയാണ്? ഏണസ്റ്റ് ഹെയ്ക്കൽ തന്നെയാണ്. ഏണസ്റ്റ് ഹെയ്ക്കൽ കോയിൻ ദ ടേം പ്രൊട്ടിസ്റ്റ ഇൻ 1886. മോസ്റ്റ്ലി യൂണിസെല്ലുലാർ, സം ആർ മൾട്ടിസെല്ലുലാർ. ക്യാൻ ബി ഹെറ്ററോട്രോപ്പിക് ഓർ ഓട്ടോട്രോപ്പിക്. ഹെറ്ററോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാതെ മറ്റുള്ളവർക്ക് ഡിപ്പെൻഡ് ചെയ്യാണ് ഹെറ്ററോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ. ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. ഓക്കെ, മൈക്രോസ്കോപ്പിക് ഓർ മാക്രോസ്കോപ്പിക്. Then most live in water, though some live in moist soil and even in the human body. കാണുന്നത് എവിടെയാണ്? അധികം കാണുന്നത് വാട്ടറിലാണ്. ഓൾ ആർ യൂകാരിയോട്ടിക് അല്ലേ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അവർക്ക് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. പ്രൊട്ടിസ്റ്റ് ഈസ് ആൻ ഓർഗാനിസം ദാറ്റ് ഈസ് നോട്ട് എ പ്ലാന്റ്, അനിമൽ ഓർ ഫംഗസ്. പ്രൊട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റോ അനിമലോ ഫംഗസോ ഒന്നല്ല. അത് വേറെ തന്നെയാണ്, വേറെ ഒരു ഓർഗാനിസം തന്നെയാണ്. കാരണം അവർക്ക് പ്ലാന്റ് ലൈക്ക് ഫീച്ചേഴ്സും കുറച്ചുണ്ട്, അനിമൽ ലൈക്ക് ഫീച്ചേഴ്സും ഉണ്ട്, ഫംഗൽ ലൈക്ക് ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷെ അവർ വേറൊരു ഗ്രൂപ്പാണ്. ക്ലിയർ ടെസ്റ്റ്. അപ്പോൾ ഈ പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊട്ടിസ്റ്റ ഈസ് ക്രൈസോഫൈറ്റ്സ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊട്ടിസ്റ്റ ഗ്രൂപ്പ് ഈസ് ക്രൈസോഫൈറ്റ്സ്. ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? യെല്ലോ ഗ്രീൻ ആൽഗെ ആൻഡ് ഗോൾഡൻ ബ്രൗൺ ആൽഗെ. അവരുടെ ആ കളർ കാരണം അവർക്ക് കൊടുക്കുന്ന പേരെന്താണ്? യെല്ലോ ഗ്രീൻ ആൽഗെ. അതല്ലെങ്കിൽ എന്ത് വിളിക്കാം അവരെ? ഗോൾഡൻ ബ്രൗൺ ആൽഗെ. ഗോൾഡൻ ബ്രൗൺ ആൽഗെകൾക്ക് എക്സാമ്പിൾ ഡെസിമിഡ്സ് ആണ്. ഡെസിമിഡ്സ് എന്ന് പറയുന്നത് ഗോൾഡൻ ബ്രൗൺ ആൽഗെകൾക്ക് എക്സാമ്പിൾ ആണ്. ഗോൾഡൻ ബ്രൗൺ ആൽഗയ്ക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഡെസിമിഡ്സ് ഗോൾഡൻ ബ്രൗൺ ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇത് ഓർഗാനിസം എന്താണ്? സെൽ വോൾസ് ഓഫ് സം ക്രൈസോഫൈറ്റ്സ് കണ്ടെയ്ൻ ദ കാർബോഹൈഡ്രേറ്റ് പാക്റ്റിൻ ഇൻസ്റ്റെഡ് ഓഫ് സെല്ലുലോസ്. ഓക്കെ, ഈ സെൽ വോളിന്റെ അകത്ത് ക്രൈസോഫൈറ്റ് സെൽ വോളിന്റെ അകത്ത് എന്ത് കാണാം? കാർബോഹൈഡ്രേറ്റ് പെക്റ്റിൻ കാണാം. എന്ത് സെല്ലുലോസിന് പകരമായിട്ട് എന്ത് കാണാം? ഈ പെക്റ്റിൻ കാണാറുണ്ട്. സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഓയിൽ റാദർ ദാൻ സ്റ്റാർച്ച്. ഒരു ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഏത് ഫോമിലാണ്? ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഓയിൽ ഫോമിലാണ് അവർ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റ ഗ്രൂപ്പിലെ ക്രൈസോഫൈറ്റ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു അല്ലെ. ഈ ക്രൈസോഫൈറ്റ്സ് ഗ്രൂപ്പിൽ നമ്മൾ എന്താ എക്സാമ്പിൾ പറഞ്ഞു? നമ്മുടെ ഡയാറ്റമേഷ്യസ് എർത്ത്. ഇവരുടെ സെൽവോൾ ഡെപ്പോസിഷൻ ഇല്ലേ, അവിടെ സെൽവോൾ ഡെപ്പോസിഷൻ അടിഞ്ഞുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പേര് വിളിക്കുന്നതാണ് ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന്. ഓക്കെ, the cell wall deposit of diatoms. Okay, it is known as diatomaceous earth. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവരുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ സോപ്പ് ബോക്സ് അടക്കി വെക്കില്ലേ, അതേപോലെ സിലിക്കയുടെ രണ്ട് വാളുകളാണ്. ആ സിലിക്കൽ വാൾസ് ഫ്യൂസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ലൈക്ക് സോപ്പ് ബോക്സ് ആണ് ആര് ക്രൈസോഫൈറ്റ്സിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് യൂഗ്ലിനോയിഡ്സ്. നെക്സ്റ്റ് ഗ്രൂപ്പ് യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ് എന്ന് പറയണമെങ്കിൽ ഗ്രീൻ ആണ്, യൂണിസെലർ ആൽഗയാണ്, ഫ്രഷ് വാട്ടറിൽ കാണാം, വൺ അനിമൽ ലൈക്ക് ക്യാരക്ടറിസ്റ്റിക് ആണ്. ക്യാൻ ബി ഹെറ്ററോടോപ്സ് വെൻ സൺലൈറ്റ് ഇസ് നോട്ട് അവൈലബിൾ. സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ മാത്രം എന്താണ് ഹെറ്ററോടോപ്സ്. അപ്പോൾ ഹെറ്ററോടോപ്സ് എന്ന് പറയുന്ന ഒരു അനിമൽ ഫീച്ചർ ആണ് അല്ലെ. മോസ്റ്റ് ആർ എന്താണ് ഓട്ടോടോപ്സ് ആണ്. പേര് പോലെ തന്നെ അതിന് എക്സാമ്പിൾ യൂഗ്ലീനിയാണ്, അതുകൊണ്ടാണ് അത് യൂഗ്ലിനോയിഡ്. യൂസ് എ ഫ്ലജലം ടു മൂവ്. അവർക്ക് എന്തുണ്ട്? ഫ്ലജലം ഉണ്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? മൂവ് ചെയ്യാനായിട്ട്.
ഓക്കെ, ഹാസ് ആൻ ഐ സ്പോട്ട് പാർട്ട് ദാറ്റ് ഇസ് സെൻസിറ്റീവ് ലൈറ്റ് ഡയറക്ട്സ് ടുവേർഡ്സ് ലൈറ്റ്. അപ്പോൾ നമ്മുടെ സെൻസേഷൻ ഉള്ള ഓർഗാനിസമാണ് എന്ത് ഈ യൂഗ്ലിനോഡ്സ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് എന്തുണ്ട്, അവർക്ക് ഒരു ഐ സ്പോട്ട് ഉണ്ട് അല്ലേ, അതെന്താണ് ഫോട്ടോ റിസപ്റ്റർ ആണ്, അവർക്ക് ആ ലൈറ്റിനൊക്കെ സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഫ്ലജെല്ല ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ അവരുടെ ലൈറ്റിന്റെ ആബ്സെൻസിൽ എന്ത് ചെയ്യും, ഹെറ്ററോട്രോപ്സ് ആയിരിക്കും. ലൈറ്റ് ഇല്ലെങ്കിൽ അവരെന്തായിരിക്കും, ഹെറ്ററോട്രോപ്സ് ആയിരിക്കും. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ പ്ലെയിനിൽ നടക്കുക, സെൽ ഡിവിഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ള ഫേസ് ഈ ഓർഗാൻസിൽ തന്നെ എന്തായിരിക്കും, ആബ്സെന്റ് ആയിരിക്കും. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ലൈം മോൾഡ്സ്. സ്ലൈം മോൾഡ് എന്ന് പറയുന്നത് ഫംഗൽ പോലത്തെ ഫംഗസിനോട് സിമിലാരിറ്റി ഉള്ള ഒരു ഗ്രൂപ്പാണ് ഇത് സ്ലൈം മോൾഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലൈം മോൾഡ് എന്ന് പറയണമെങ്കിൽ 5 phyla of organism that are not in kingdom fungi but kingdom protista. നമ്മൾ പറഞ്ഞു 5 ഗ്രൂപ്പ് എന്ന് പറഞ്ഞില്ലേ, അതിൽ നമ്മൾ ബാക്കി പറഞ്ഞു. അതിൽ സ്ലൈം മോൾഡ്സ്, വെജിറ്റേറ്റീവ് താലസ് എന്ന് പറയണമെങ്കിൽ ലാക് സെൽ വോൾ, അമീബ ലൈക്ക് ആണ്, ഫാഗോട്രോഫിക് ആണ്, ഇൻജസ്റ്റ് ഫുഡ് പാർട്ടിക്കിൾസ് ഫാഗോസൈറ്റിസ് എന്താ, ഇൻജസ്റ്റ് ഫുഡ് പാർട്ടിക്കിൾസ് ഇൻജസ്റ്റ് ചെയ്യുക. പിന്നെ എന്താ, മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ്. ഹാവ് പ്രൈമർലി ബീൻ സ്റ്റഡീഡ് ബൈ മൈക്കോളജിസ്റ്റ് ഫൗണ്ട് ഇൻ ഹാബിറ്റാറ്റ്സ് ഓഫ് ഫംഗൈ സം പ്രൊഡ്യൂസ് ഫ്രൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് ദാറ്റ് റിസംബിൾസ് ഫംഗൈ. അപ്പോൾ ആദ്യം ആളുകൾ സ്റ്റഡി ചെയ്തപ്പോൾ സയൻറ്റിസ്റ്റ് സ്റ്റഡി ചെയ്തപ്പോൾ ഇവർ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയത് നമ്മളുടെ ഫംഗസ് ഗ്രൂപ്പിലാണ്. പിന്നീട് മനസ്സിലായത് എന്ത്, ഇവർ ഫംഗസ് അല്ല എന്ന് മനസ്സിലായത്. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡൈനോഫ്ലജലേറ്റ്സ് ആണ്. ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ആണ്. രണ്ട് ഡൈ എന്ന് പറഞ്ഞാൽ രണ്ടല്ലേ, ഫ്ലജല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്ത പോർഷൻ. അപ്പോൾ 2 ഫ്ലജൽ ഉണ്ട്. മോസ്റ്റ് സ്പീഷീസ് ലിവ്സ് ഇൻ സാൾട്ട് വാട്ടർ, സം സ്പീഷീസ് ബയോലൂമിനസെന്റ്. അപ്പോൾ ഡൈനോഫ്ലജലേറ്റ് ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ് എന്ത്, ബയോലൂമിനസെന്റ്, അതായത് പ്രകാശം പുറപ്പെടുപ്പിക്കുക. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നോട്ടിലൂക്കിയാണ് കേട്ടോ. സെർട്ടൻ സ്പെഷ്യലൈസ്ഡ് ഡൈനോഫ്ലജലേറ്റ്സ് ലൈവ്സ് വിത്തിൻ ദ കോറൽ, ക്ലാം ആൻഡ് അതർ പ്രൊട്ടിസ്റ്റന്റ് ഹോസ്റ്റ്. സെൽ വാൾ റിസംബിൾസ് ആംഡ് പ്ലേറ്റ്സ്. സെൽ വാൾ എന്ന് പറയുന്നത് ആംഡ് പ്ലേറ്റ്സ് അല്ലേ. അപ്പോൾ റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് അത് നമ്മൾ കടലിലൊക്കെ ഈ മെറ്റീരിയൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് തോന്നും, റെഡ് ടൈഡ് പോലെ തോന്നും. അങ്ങനെ റെഡ് ഡൈനോഫ്ലജലേറ്റ്സിന് എക്സാമ്പിളാണ് ഗോണിയോലെക്സും അതുപോലെ തന്നെ പ്രോട്ടോസെൻട്രം. ഗോണിയോലെക്സ് ആൻഡ് പ്രോട്ടോസെൻട്രം. ഗോണിയോലെക്സ് ആൻഡ് പ്രോട്ടോസെൻട്രം ആർ ദ എക്സാമ്പിൾസ് ഫോർ റെഡ് dinoflagellates and they associate with red tides. Okay, bioluminescence associate with ആരായിരുന്നു, ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത് ആര് പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു, ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത് നമ്മളുടെ നോട്ടിലൂക്കയുടെ ഫീച്ചറാണ് എന്ത്, ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് അനിമൽ ലൈക്ക് ആയിട്ടുള്ള പ്രൊട്ടിസ്റ്റകളാണ്. ഓക്കെ, ദേ ആർ ഹെറ്ററോട്രോപ്സ് ആൻഡ് ക്യാൻ മൂവ് അറൌണ്ട്. ദേ ആർ മൾട്ടി സെല്ലുലാർ. Their means of movement are through their flagella and cilia. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറയുന്നത് അമീബിയാണ്. അമീബിയ മൂവ്സ് യൂസിങ് സീഡോപോഡിയ. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം, അതിനെ ഫാൾസ് ഫീറ്റ് എന്ന് അല്ലേ. ഇൻജസ്റ്റ് ഫുഡ് ബൈ സറൗണ്ടിങ്, അതും എൻഡോസൈറ്റോസിസ് ആണ്, എൻഗൾഫ് ചെയ്യുക. റീപ്രൊഡക്ഷൻ ബൈ ബൈനറി ഫിഷൻ. വൺ ക്യാൻ കോസ് അമീബിക് ഡിസെൻട്രി ഇൻ ഹ്യൂമൻ, ഡയേറിയ ആൻഡ് സ്റ്റൊമക്, അപ്സെറ്റ് ഫ്രം ഡ്രിങ്കിങ് കണ്ടാമിനേറ്റഡ് വാട്ടർ. അതായത് അമീബ ഉള്ള, അതായത് എൻഡമീബ ഹിസ്റ്റോളിക്ക പറഞ്ഞ ഓർഗാനിസം, അതിലുള്ള വെള്ളം കുടിച്ചാലാണ് നമുക്ക് എന്ത് വരെ ഡിസെൻട്രി കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, എൻഡമീബ. ക്ലിയർ. അപ്പോൾ പ്രൊട്ടിസ്റ്റ ഗ്രൂപ്പിൽ 5 എണ്ണാക്കി പ്രൊട്ടിസ്റ്റ ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യാം. പ്രൊട്ടിസ്റ്റനെ 5 ആക്കി ഡിവൈഡ് ചെയ്തൊക്കെയാണ് ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ്, പിന്നെന്താണ് പ്രോട്ടോസോവൻസ്. ഓക്കെ, ഹോപ്പ് ഓൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. താങ്ക് യു.